ഈ ബിസിനസ്സിനെ പറ്റി സംസാരിക്കുന്ന കുറേ ഓൺടർപ്രണേഴ്സ് ലെവലിൽ നോക്കുന്ന സമയത്ത് നമ്മൾ പല ഓൺടർപ്രണേഴ്സ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക്, ഇപ്പം വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് മാത്രം ചെയ്യാതെ വേറെ കാര്യങ്ങൾ നോക്കുന്നതായിക്കോട്ടെ, എല്ലാവരും പറയുന്നൊരു പ്രശ്നം സമയമില്ല എന്നുള്ളതാണ്, പ്രയോറിറ്റൈസേഷൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പം ഫിറോസിന്റെ സർക്കിളുകളിൽ ഫിറോസിനെ വിളിക്കുന്ന ഒരു പേര് കുമ്പിടി എന്നാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഒരു ബിസിനസ് ഇവന്റ് നടന്ന അവിടെ ഉണ്ടാവും, നെറ്റ്വർക്കിംഗ് ഇവന്റിൽ അകത്തുണ്ടാവും, ഈ പറഞ്ഞ ഒരു അസോസിയേഷന്റെ പ്രോഗ്രാമിനകത്തുണ്ടാവും, നിങ്ങൾ ട്രിപ്പ് ചെയ്യുന്നുണ്ടാവും, ട്രാവൽ ചെയ്യുന്നുണ്ടാവും. സോ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആവുക എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമുണ്ട്. നമ്മളൊരു ഇവന്റ് കഴിഞ്ഞ് പിറ്റേന്ന് യു ആർ ഇൻ ടു സംതിങ് എൽസ്. അപ്പോൾ എങ്ങനെയാണ് ഇത് മാനേജ്, ഹൗ ഡു യു മാനേജ് ടൈം എഫക്റ്റീവ്ലി? ടൈം മാനേജ്മെന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടമാണ് ഒന്നാമത് ഇങ്ങനെയുള്ള ഈവൻസിൽ പോകാനായാലും മറ്റുള്ള ആൾക്കാർ എവിടെ ഒരു സോഷ്യൽ ഗാദറിങ്സിലൊക്കെ ഇന്ററാക്ട് ചെയ്യാനും ടു ബി പാർട്ട് ഓഫ് ദം, എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഏത് രീതിയിലായിക്കോട്ടെ അങ്ങനെ ചെയ്യാനും ഒന്നാമത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിയപ്പോൾ പിന്നെ കുറച്ച് നേരം ഒരു എനർജി, ദൈവാനുഗ്രഹം എന്നാണ് പറഞ്ഞ പോലെ. നമ്മളെപ്പോഴും പറയും, മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് പോലെ ചോദിച്ചിട്ടുണ്ട് സമയം എങ്ങനെ കണ്ടെത്തുന്നു. അപ്പോൾ നമ്മളെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, നമുക്ക് ചിലർ പറയും നമുക്ക് ഈ സമ്പത്തിൽ ബർക്കത്ത് തരണേ, അല്ലെങ്കിൽ അതിൽ എങ്ങനെ വേണം ഒക്കെ വേണം എന്ന് പറയും. അപ്പോൾ സമയത്തിലും ആ ഒരു ബർക്കത്ത് വേണം എന്നുള്ളത് എൻ്റെ പ്രാർത്ഥനയിലുള്ളൊരു ഘടകമാണ് ചെറുപ്പം മുതലേ. അതിൻ്റെ ഒരു ഉത്തരമായിരിക്കാം ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എന്നുള്ളതാണ്. അതെ, എനർജി കുറയാതെ തന്നെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. ഒരു കഴിഞ്ഞ് അവിടെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പോവാ, കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ കാര്യം എന്തിനാണോ ചെന്നത് അതിന്റെ കാര്യം കഴിഞ്ഞ് പോരുക. വേറെ എന്തെങ്കിലും, അത് ഡെയിലി അല്ലല്ലോ, ഇങ്ങനെ ഡെയിലി നടക്കുന്ന കാര്യമല്ല. പറ്റുന്ന സമയങ്ങളിൽ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് അങ്ങനെയാണ് ആ പേര് വീണത്. അല്ല, അത് ശരിക്കും ഞാൻ പേഴ്സണലി അത് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. അല്ല, എനിക്ക് ശരിയാണ്, എനിക്ക് പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടത്തോടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു വലിയ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന വലിയ അങ്ങോട്ട് പോകാനൊരു ആഗ്രഹം ഉണ്ടായാൽ മതി, നമുക്ക് പിന്നെ തന്നെ തുറന്നു വരും. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ സമയത്തിൽ ബർക്കത്ത് തരണം എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. യു ആർ ബോതേർഡ് അബൌട്ട് ദാറ്റ്, അല്ലേ? കോൺഷ്യസ്ലി ബോതേർഡ് ആണ്. അത് വലിയ കാരണം അതെനിക്കൊന്നും പല ആൾക്കും മിസ്സിംഗ് ഉള്ളതാണ്. കാരണം പ്രയോറിറ്റൈസേഷൻ നടത്തുന്ന സമയത്ത് എല്ലാത്തിനും പ്രയോറിറ്റൈസേഷൻ കൊടുക്കാനുള്ള ഒരു കോൺഷ്യസ് ബോധർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സമയം കണ്ടുപിടിക്കും. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ 1-2 ആക്ടിവിറ്റിക്ക് മാത്രമേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ ബോധർഡ് ആയിരിക്കില്ല. അപ്പോൾ സമയത്തിൽ ബർക്കത്ത് തരാന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു നല്ല കീവേഡാണ്.